ഈ കൗതുകകരമായ എന്നാൽ നിരാശാജനകമായൊരു വാർത്ത തമിഴ്നാട്ടിൽ നിന്ന്. വിഴുപ്പുറം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ശ്രീ ധർമ്മരാജ ദ്രൗപദി അമ്മൻ ക്ഷേത്രമുണ്ട്. അവിടെ ദളിതരെ കയറ്റില്ല. അങ്ങനെ തർക്കം വന്നു, ക്ഷേത്രം അടച്ചിട്ടു. ഹൈക്കോടതി പറഞ്ഞു, തുറക്കാൻ പറഞ്ഞു. അടുത്തിടെ 18 ദളിതർ കയറി. പിന്നെ ഇനി ക്ഷേത്രം ശുദ്ധി ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം. സാധാരണ നമ്മൾ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊക്കെ പറയുമല്ലോ. ഇവിടെ ദളിതരെ കയറ്റാത്തത് മുന്നാക്കക്കാരല്ല, പിന്നാക്കക്കാരായ വണ്ണിയർ തന്നെയാണ്. ഇതെന്തൊരു വിരോധാഭാസമാണ്. അത് ഈ തമിഴ്നാടിനെ കുറിച്ചുള്ള ചർച്ചയിൽ നമ്മളെപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യം ബ്രാഹ്മണിക്കൽ ഹെജിമണിയെക്കുറിച്ചാണ്. അത് മറ്റേ തമിഴ്നാട്ടിലെ ഈ കഴകം ദ്രാവിഡ രാഷ്ട്രീയം സ്വരൂപിച്ചെടുത്ത ആ കക്ഷി അണ്ണാദുരൈ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു മൂർഖൻ പാമ്പിനെയും ബ്രാഹ്മണനെയും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആരെ കൊല്ലണം എന്ന് ചോദിക്കുമ്പോൾ പാമ്പിനെ വെറുതെ വിടണം, ബ്രാഹ്മണനെ തല്ലിക്കൊല്ലണം. പെരിയൂർ EV രാമസ്വാമി നായ്ക്കറാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അണ്ണാദുരൈ. അവരുടെ ശിഷ്യ പരമ്പരയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്നതിൽ കുറേ ബ്രാഹ്മണർ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിലും തമിഴ് ബ്രാഹ്മണരിൽ മഹാഭൂരിപക്ഷം പേരും അവർക്കൊരു ഗുണമുണ്ടായിരുന്നു. അവരറിവിനെ അംഗീകരിക്കുന്നവരായിരുന്നു. അറിവിനോട് അവർക്ക് വലിയ ബഹുമാനവും ആദരവുമായിരുന്നു. ഇപ്പോൾ ഇത് കുമാരനാശാന അംഗീകരിച്ച് സഭയിലെടുക്കുന്നത് ആരായിരുന്നു? തമിഴ്നാട്ടിൽ നിന്ന് ബ്രാഹ്മണനായിട്ടുള്ള ഗവർണർ, ദിവാനായിരുന്നു. ആ ദിവാനാണ് ഈ സ്വദേശാഭിമാനി ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്. ആ ദിവാൻ പട്ടരായിരുന്നു. പിന്നെ രാഘവൻ മാഷ് സംഗീതം പഠിപ്പിച്ചത് ഒരു പട്ടരാണ്, തലശ്ശേരിയില്ല. എന്ന് മാത്രമല്ല, ഈ സ്വാമി പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ പിള്ളേരെ പഠിപ്പിക്കേണ്ട ചുമതല രാഘവൻ മാഷ് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സംസ്കാരവും കൂടി ഉണ്ട് തമിഴ് ബ്രാഹ്മണർക്ക്, വിശേഷം അയ്യറുകൾക്ക്. അവരാണ് ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന് പ്രചാരം കൊടുക്കുന്നത്. കേരളത്തിലെ നമ്പൂതിരിമാർ ദ്വൈതികളാണ്, അദ്വൈതികളല്ല. അതറിയില്ലല്ലേ? കേരളത്തിലെ നമ്പൂതിരിമാർ ദ്വൈതികളാണ്, കർമ്മഠന്മാരാണ്. പക്ഷെ അത് ഈ ഗൗഡസാരസ്വതർ മാത്രമല്ല. അല്ലല്ലല്ല, നമ്പൂതിരിമാരുടെ കാര്യമാണ് ഞാൻ ഈ പറയണ. ദ്വൈതികളാണ് അവര്. ഞാൻ എഴുതിയിരിക്കുന്നത് ഇവര് മധ്വാചാര്യരുടെ ആ മധ്വാചാര്യരാണ് ദ്വൈതം എങ്കിലും ഇവര് ഇവര് ഈ മീമാംസകന്മാരാണ്. മീമാംസകന്മാർ ബേസിക്കലി ഭിന്നതയാണ് അംഗീകരിക്കുന്നത്, ദ്വൈതികളാണ്. അത് ശരി, എനിക്ക് പുതിയ ദ്വൈതികളാണ് അവർ. അതല്ല, അദ്വൈതമാണ് എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ ശങ്കരാചാര്യരെ ഇവർ ഭ്രഷ്ട് കൽപ്പിക്കണം. അതിന് പറഞ്ഞ ആചാരലംഘനം എന്നാ പറയണം. ശരിക്കും അദ്വൈതം പറഞ്ഞാണ് കുഴപ്പം. അതാണ് അതിൻ്റെ അടിത്തറ. പക്ഷെ അതിന് ഇവർ പറയുന്ന വാക്ക് ശങ്കരാചാര്യർ ആചാരലംഘനം നടത്തിയപ്പോൾ ഞങ്ങൾ സമുദായത്തിൽ നിന്ന് പുറത്താക്കി, ആചാരലംഘനം നടത്തണം ആരെയും ഞങ്ങൾ സമുദായത്തിൽ നിന്ന് പുറത്താക്കും, ശങ്കരനാണെങ്കിലും പുറത്താക്കുമെന്നാണ്. ഇന്നും ശങ്കരാചാര്യർ അങ്ങനെ ഒരു സാർവലൗകികമായി മലയാള നമ്പൂതിരിമാർ സ്വീകരിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെയുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ ജാതി വിവേചനം ആചരിച്ചിട്ടുള്ളത് അവിടുത്തെ പിന്നാക്ക ജനവിഭാഗമാണ് എന്ന വസ്തുത നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതൊരു ഭയങ്കര ഷോക്കിംഗ് ആണ്. മുന്നാക്കക്കാരല്ല, പിന്നാക്കക്കാരാണ്. അത് മുതലിയാർമാരായാലും തേവർമാരായാലും ഗൗണ്ടറുകളായാലും മറ്റാരായിരുന്നാലും അവരിങ്ങനെ നിഷ്ഠുരമായ രീതിയിൽ ഇത് ആചരിക്കുക എന്നൊരു രീതിയുണ്ട്. അവരെല്ലാവരും കൂടി മെക്കിട്ട് കയറിയിരുന്ന ഒരു വിഭാഗം ദളിതരായിരുന്നു. ഇനി കേരളത്തിൽ ഇങ്ങനെ സമാനമായൊരു സംഭവം ഉണ്ടെന്ന്. ഇതിപ്പോൾ കേരളത്തിലോ? സുനിൽ പറഞ്ഞപ്പോഴല്ലേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത്. പിന്നാക്കക്കാര് അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വടക്കൻ പറവൂരായി. വടക്കൻ പറവൂർ എത്തുന്നതിന് മുൻപ്
നമ്മൾ ഈ റോട്ടിൽ കൂടി പോയിട്ട് ഇടതുവശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെന്നാവുന്ന കെടാമംഗലമാണ്. കെടാമംഗലത്ത് ഒരു ക്ഷേത്രമുണ്ട്, കാളികുളങ്ങര ക്ഷേത്രം. കേട്ടിട്ടുണ്ട്, പ്രശസ്തമായ ക്ഷേത്രം. പ്രശസ്തമായ ക്ഷേത്രമാണ്. ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SNDP മറ്റേ ശിവഗിരി മഠമാണ്, ആശ്രമമാണ്. അതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറവൂരുള്ള വളരെ പ്രബലരായ ഈഴവ കുടുംബത്തിൻ്റെ ക്ഷേത്രമായിരുന്നു. അത് ഒരു 1.25 ഏക്കർ ഭൂമിയുണ്ട് അതിന്. ഇപ്പം എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഇവർ ശ്രീനാരായണ ഗുരുദേവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗുരുദേവൻ്റെ അടുത്ത് ചെന്ന് തൊഴുതു നിന്നുകൊണ്ട് പറഞ്ഞു, സ്വാമി ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ സ്വാമി ഇങ്ങനെ നോക്കി എന്താണെന്ന് ചോദിച്ച്, ഈ ക്ഷേത്രവും വസ്തുവകകളും അങ്ങ് ഏറ്റെടുക്കണം. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അല്ല അത് എനിക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല, നിങ്ങളത് നന്നായിട്ട് നടത്തുന്നുണ്ടല്ലോ, നിങ്ങൾ നടത്ത്, നമുക്കിതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ പറഞ്ഞു, സ്വാമി ഞങ്ങളെ ഉപേക്ഷിക്കരുത് സ്വാമി, സ്വാമി ഇത് ഏറ്റെടുക്കണം സ്വാമി, സ്വാമി ഇത് ഏറ്റെടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണം സ്വാമി എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ്. രക്ഷപ്പെടുത്തണം എന്ന് പറയാൻ കാര്യം എന്താ എന്ന് വെച്ചാൽ, ഇത് സ്വാമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ഷേത്രം അഭിവൃദ്ധിപ്പെട്ടു വരികയും ഇവർക്ക് ഈ ക്ഷേത്രം മൂലം എന്തോ ഉണ്ടായിട്ടുള്ള ചില ചെറിയ ചെറിയ ശാപങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീരുകയും ചെയ്യുമെന്നുള്ള വിശ്വാസം. അവസാനം സ്വാമികൾ ഗുരുദേവൻ അതിന് സമ്മതിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഗുരുദേവൻ ആദ്യം ചെയ്ത്, അപ്പോൾ ഇത് ഈഴവരുടെ ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിൽ പുലയർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഗുരുദേവൻ ആദ്യം ചെയ്തത് അവിടെയുള്ള പുലയരെയും വിളിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ചെയ്തത്. ദോഷം പറയരുത്, ഗുരുദേവനെ തല്ലിയില്ല, പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പുലയരെ പൊതിരെ തല്ലി. ഗുരുദേവൻ്റെ കൂടെ വന്നിട്ടും ഗുരുദേവനെ പുലഭ്യം പറഞ്ഞ്, എന്ന് വെച്ചാൽ ഗുരുദേവൻ്റെ മാതാപിതാക്കളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എന്നർത്ഥം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത രംഗം. ഇവർ കൊണ്ട് കേസ് കൊടുത്ത് നാരായണൻ നാണുവാശാൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാരായണനാശാൻ എന്ന കക്ഷി ഇവിടെ വന്ന് ചതുരുപായങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ മയക്കി ഞങ്ങളുടെ ക്ഷേത്രവും വസ്തുവകകളും അനധികൃതമായി കൈവശപ്പെടുത്തുകയും അതിനുശേഷം ഹൈന്ദവധർമ്മ വിരുദ്ധമായി പ്രവർത്തിക്കുകയും ഐത്താചാരണത്തെ തെല്ലുവില കൊടുക്കാതിരിക്കുകയും ചെയ്തു. ഐത്താചരണത്തെ അതുകൊണ്ട് ഹൈന്ദവധർമ്മത്തെ ഇദ്ദേഹം എതിർത്തിരിക്കുന്നു. ഹൈന്ദവധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുരാജാവ് തിരുമനസ് ഇതിനകത്ത് ഇടപെട്ടിട്ട് ഇതിൽ ഈ ക്രിമിനലായും ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം. കേസായി, ക്രിമിനൽ ഒഫൻസ്, ക്രിമിനൽ കേസിൽ പ്രതി. പെരുമ്പാവൂർ കോടതിയിലാണ് കേസ് വന്നത്. അപ്പോൾ ക്രിമിനൽ കേസ് ആയതുകൊണ്ട് ഗുരുദേവൻ ചെന്ന് നിൽക്കണ്ടേ. ഒരു പട്ടരായിരുന്നു ജഡ്ജ്. അദ്ദേഹം ഇത് വായിച്ചിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, തിരുവിതാംകൂർ മഹാരാജാവ് ഹൈന്ദവധർമ്മം ആചരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു സന്യാസി വര്യനെ എല്ലാ മാസവും കോടതിയിൽ വിളിച്ചു വരുത്തുന്നത് ശരിയായിരിക്കില്ല, അതുകൊണ്ട് പേഴ്സണൽ അപ്പിയറൻസ് ഒഴിവാക്കി. ഗുരുദേവൻ മരിക്കുമ്പോൾ അതിൽ 17ാം പ്രതിയായിരുന്നു ഈ കേസിൽ. അതിൻ്റെ മുഴുവൻ കോടതി രേഖകളും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതെടുത്ത് വച്ചിട്ടുണ്ട്. അതാണ് ഗുരുദേവനും മറ്റുള്ളവരും തമ്മിലുള്ളൊരു വ്യത്യാസം. ഗുരുദേവന് വാക്കെന്താണോ അത് പ്രവൃത്തിയായിരുന്നു. മറ്റു പലർക്കും വാക്കിൻ്റെ വഴിക്കും പ്രവൃത്തി വേറെ വഴിക്കുമായിരുന്നു. അങ്ങനെ ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൂരിപ്പിച്ചിരുന്നതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ ആളുകൾ വിസമ്മതിക്കുന്നത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമുള്ളവരിപ്പോഴും കാണും. അയ്യോ ധാരാളമുണ്ട്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അങ്ങനെ ഒന്ന് വന്നു പോയത് കാരണം ഈ ദളിതര് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമുദായത്തിൽപ്പെട്ടവർ അവർക്കും മനുഷ്യരാണ് എന്നും അവരെ കൂടി നമ്മൾ ഉൾക്കൊള്ളണം എന്നുമുള്ളൊരു മഹാസന്ദേശം ഗുരുദേവൻ പ്രചരിപ്പിച്ചു. സഹോദരൻ അയ്യപ്പൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ചെയ്യുന്നതിന് മുൻപ് ആദ്യമായി പന്തിഭോജനം സ്വന്തം വീട്ടിൽ നടത്തിയ ആരാണെന്നറിയാമോ? മന്നത്ത് പത്മനാഭനാണ്.
വൈക്കം സത്യാഗ്രഹ കാലത്ത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ബ്രാഹ്മണനെയും ഒരു ഈഴവനെയും ഒരു പുലയനെയും ഒപ്പം ഇരുത്തി അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ വിളമ്പി കൊടുത്തു. അപ്പോൾ അതാ മനോഹരമായിട്ട് അത് അദ്ദേഹം എഴുതിയിട്ടുണ്ടത്. അപ്പോൾ ഈ ഇലയെടുക്കണമല്ലോ. അപ്പോൾ ഈ അമ്മയ്ക്ക് ഈ മകനോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇലയെടുക്കാൻ വേണ്ടി ഇവർ കഴിച്ച ഇല, ഈഴവനും പുലയനും കഴിച്ച ഇല മന്ന എടുക്കാൻ വേണ്ടി പോയപ്പോൾ മന്നത്തിൻ്റെ അമ്മ ഇടപെട്ടിട്ട് ആ ഇല അവരെടുത്ത് മാറ്റി. അപ്പോൾ ആദ്യമായിട്ടൊരു പന്തിഭോജനം നടത്തി. അത് ഈ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. മന്നത്തിന് അങ്ങനെ ഒരുപാട് പിന്നെ യോഗ്യതകളുള്ള ഒരാളാണ്. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സവർണജാഥ നടത്തി. അല്ല, മന്നത്തിന് ഒരുപാട് യോഗ്യതകളുള്ള കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനും കഴിയാത്ത ഒരു മഹാപ്രതിഭയായിരുന്നു മന്നം. സാറേ, ഞാൻ സാറിനെ ഇപ്പോൾ കൈ കിട്ടിയോണ്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ വേദത്തെക്കുറിച്ച് പുരാണങ്ങൾ, വേദാന്തമൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും ഈ ജാതീയത അല്ലെങ്കിൽ അയിത്തം എന്ന് പറയുന്നതിന് ഹൈന്ദവ ദർശനങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഒരിക്കലും അതിൻ്റെ നമ്മുടെ വേദവുമായിട്ട് ഇതിന് അല്ലെങ്കിൽ ബന്ധമില്ല. പിന്നെ എങ്ങനെ ഇത് വന്നു ഭവിച്ചത്? ഇത് കാലക്രമത്തിൽ വന്നു പെട്ടൊരു കാര്യം. കാരണം വർണ്ണവ്യവസ്ഥ വേറെയാണ്, ജാതി വ്യവസ്ഥ വേറെയാണ്. ഇന്ത്യയിൽ 5000 ജാതികളിലധികമുണ്ട്. ഇപ്പം നമ്മൾ കണ്ട ഈ തമിഴ് ക്ഷേത്രം പിന്നാക്ക പ്രബല ജാതിക്കാരാണ്. അതെ, ഏഷ്യാനെറ്റിന്റെ അത്ഭുതം. മുന്നോക്ക ജാതി എന്ന് പറയാതെ എന്തുകൊണ്ടാണ് പ്രബല ജാതി? മനസ്സിലായില്ല. അല്ല, ഏഷ്യാനെറ്റ് വളരെ സന്തോഷപൂർവ്വം ബ്രാഹ്മണിക്കൽ ഹെജിമണി പറയാൻ വേണ്ടി അവിടെ വരെ പോയതാണ്. അവിടെ വരെ പോയപ്പോഴാണ് തിരിച്ചടി ഉണ്ടായിട്ട് തിരിച്ചു. വണ്ണിയാർമാരാണ് അവർ. പിന്നാക്ക ജനവിഭാഗമാണ്. ആ പിന്നാക്ക ജനവിഭാഗത്തിലും ജാതികളും ഉപജാതികളും ഉണ്ട്. ജാതി നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നേരെ മുകളിലുള്ളവനെ തൊഴുതുണ്ട്, താഴെ ഉള്ളവനെ ചവിട്ടും. അങ്ങനെ ഈ തൊഴിക്കലും തൊഴലും ഒരുമിച്ച് പോകുന്നത് കൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത്. അല്ലാതെ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉണ്ടായിട്ടുള്ള. ഞാൻ ചോദിക്കട്ടെ, 10% വരുന്ന കേരളത്തിലാണെങ്കിൽ എത്ര നമ്പൂതിരിമാരുണ്ട്? കാലഹരണപ്പെട്ടു, വംശനാശം വളരെ. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ജാതി വേണ്ടാന്ന് തീരുമാനിച്ച ഇവിടെ ജാതി ഉണ്ടാകുമായിരുന്നു. ജാതി വിവേചനം ഉണ്ടാകില്ല. ഇത് അങ്ങനെയല്ല. ഓരോ ജാതിയും അതിൻ്റെ ഉപജാതികളോട് ജാതി കടുത്ത വിവേചനം കാണിക്കുന്നുണ്ട്. ഇത് ഒരിക്കലും വേദത്തിൽ വന്ന ഒരു സംഭവമേ അല്ല. അതൊരു വേദ സംസ്കാരവുമായിട്ട് അതിന് ബന്ധമില്ല. ഇപ്പോൾ ഇത് ചാതുർവർണ്ണത്തെക്കുറിച്ച് പറയും. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരം അഭിമാം വൃത്തി വിദ്ധി അകർത്താരം അവ്യയം. ഈ വർണ്ണവ്യവസ്ഥ അകർത്താരമാണ്. ഞാൻ അറിയുന്നു, എന്നാൽ പറയപ്പെടുന്നു, ഇത് അകർത്താരമാണ്. അകർത്താരം എന്ന് വെച്ചാൽ ഓദറില്ല, ക്രിയേറ്റർ ഇല്ല, ഒരാളുണ്ടാക്കിയതല്ല. ഇത് സ്വാഭാവികമായി പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതാണ്. ഈ ഗുരുത്വാകർഷണ നിയമം പോലെയാണ്. ഗുരുത്വാകർഷണത്തിന് ഓദറില്ലല്ലോ. ഗുരുത്വാകർഷണ നിയമം ആരുണ്ടാക്കിയെന്ന് വെച്ചാൽ ആരും ഉണ്ടാക്കിയിട്ടില്ല, അത് അവിടെ ഉള്ളതാണ്. ആ രീതിയിലാണ് ഈ വർണ്ണവ്യവസ്ഥ. ആ വർണ്ണവ്യവസ്ഥ നിലനിൽക്കുന്നെങ്കിലും അത് അവ്യയമായി നിലനിൽക്കുന്ന അകർത്താരമായതുകൊണ്ടാണ്. സ്രഷ്ടാവില്ലാത്തത് സംഹരിക്കപ്പെടില്ല. അതങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അത് അകർത്താരവും അവ്യയവുമായി വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ പറയപ്പെട്ടു, അത് സമ്മതിച്ചു. ഞാൻ അറിയുന്നു, മാം വിദ്ധി, ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ എന്നാൽ അറിയുന്നു. എന്നാൽ അറിയുന്നത് ഇതാണ്, ഈ കാര്യമാണ്. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയെന്നല്ല പറയണ. അകർത്താരവും അവ്യയവുമായ ഒരു കാര്യം എനിക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ. യുക്തിഭംഗമില്ലേ? അതില്ല. ഇതിവിടെ ഉള്ളതാണ്. ഇപ്പോൾ ഗുരുത്വാകർഷണ നിയമം ന്യൂട്ടൻ ഉണ്ടാക്കിയതല്ലോ. അപ്പോൾ ഭഗവാൻ പറയുന്ന ചാതുർവർണ്ണ്യം മയാസൃഷ്ടമെന്നല്ലേ? മയാസൃഷ്ടം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും അത് ഞാനല്ല എൻ്റെ സൃഷ്ടാവ്. അതിവിടെ ഉള്ളതാണ്. ഒരു വൈരുദ്ധ്യമില്ലേ അത് പറയുന്നത് തമ്മിൽ? ഇല്ല. ഞാൻ പറഞ്ഞു, ഗുരുത്വാകർഷണ നിയമത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ന്യൂട്ടൻ പറയുമ്പോഴല്ലേ. അതെ, ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ്. അതിനു മുമ്പും ഉണ്ടായിരുന്നു. ആപ്പിൾ വീണിട്ടുണ്ട്. ആപ്പിൾ എല്ലാവരും എടുത്ത് തിന്ന് അജീർണം പിടിച്ച് ചത്തും പോയിട്ടുണ്ട്. പക്ഷേ ന്യൂട്ടൻ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ എന്തുകൊണ്ട് വീഴുന്നു എന്ന് ആലോചിച്ചു. പക്ഷേ വേറൊരു കാര്യമുണ്ട്.
അത് ന്യൂട്ടണിൽ മുമ്പ്, അത് ഈ വീഴുന്ന ആപ്പിളിലും വീഴാത്ത ന്യൂട്ടണിലും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വമാണ്. അങ്ങനെ പ്രപഞ്ചത്തിൽ ഗുണകർമ്മങ്ങളെ ആസ്പദമാക്കി നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് സമൂഹമായാലും ഗുണവും കർമ്മവും അനുസരിച്ചിട്ട് നമുക്ക് ഈ ഡിവിഷൻ വേണ്ടി വരും. നിങ്ങൾ എന്ത് ജോലി ചെയ്യാൻ തീരുമാനിച്ചാലും അറിയാവുന്നവനെ നിങ്ങൾക്ക് ആ പണി ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അറിയാൻ പാടില്ലാത്തവനെ അല്ല ചെയ്യിപ്പിക്കുന്നവരോട് നിങ്ങൾ മുടിഞ്ഞു പോകും. അതെ അതെ, കുളമായി കിട്ടും. നമ്മുടെ ഈ ഫാമിലി കൺസേൺസ് ആയിട്ടില്ല, അതൊക്കെ നശിച്ചു പോകാനുള്ള കാരണങ്ങളിലൊന്ന്, അത് കുറേ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇതിനകത്ത് കഴിവില്ലാത്തവനും ഈ ബൈ വെർച്യൂ ഓഫ് ഹിസ് ഫാമിലി ലീനിയേജ് അതിനകത്ത് വന്നുവിടും. അതോടുകൂടി നശിച്ചു പോകും. അങ്ങനെയാണ് ഈ ഫാമിലി കൺസേൺസൊക്കെ നശിച്ചു പോകുന്നതിൻ്റെ കാരണം. ടാറ്റ അങ്ങനെ, ടാറ്റ എക്സ്പേർട്ടുകളെ വെച്ചിട്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ടാറ്റ ഒരു ഉദാഹരണം, ഇപ്പോൾ മിക്കവാറും എല്ലാ മുതലാളിമാരും എക്സ്പേർട്ടൈസിനെ വെച്ചിട്ടാണ് നടത്തുന്നത്. കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്, അവരൊക്കെ അവിടെ ഇരിക്കില്ല. ഇപ്പം ഈ മറ്റേ എന്താണ് ഈ സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ അതിനകത്ത് അതിന് കാശ് മുടക്കിയ മുതലാളി അവിടെ ചാൻസലറായിട്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കാര്യങ്ങൾ നടത്താനായിട്ട് അറിയാവുന്നവരും അക്കാഡമിക് യോഗ്യതയുള്ളവരും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവരൊക്കെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ മെരിറ്റിനെയും മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർവീസിനെയും, മെരിറ്റ് ആൻഡ് സർവീസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു വിഭജനക്രമമുണ്ട് എന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനല്ല അത് ഉണ്ടാക്കിയത്. അതിവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈരുദ്ധ്യം മാറിയല്ലോ, മനസ്സിലായി. ഞാനല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് മനസ്സിലായതുകൊണ്ടാണ് ജാതി അല്ല, ജാതി വിവേചനമാണ് മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പോകേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ജാതി വിവേചനമാണ് ഇല്ലാതെയാക്കേണ്ടത്. ജാതി വിവേചനം ഇല്ലാതെയാകേണ്ടത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ്. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ജാതി വിവേചനം ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ജാതിയില്ല, വിവേചനമില്ല. ജാതിയുണ്ട്, അതിൻ്റെ പേരിൽ വിവേചനമില്ല. മനുഷ്യൻ്റെ മനസ്സിൽ ഈ വിവേചനം നിലനിൽക്കുകയാണെങ്കിൽ എന്ത് നിയമം ഉണ്ടാക്കിയാലും ഏത് സംഭവം വന്നാലും 1 ഇയർ സംഘം വരും. അതെ അതെ, കാരണം സംഘം വരും എന്ന് പറഞ്ഞു. 1 ഇയർ സംഘം വരും. കാരണം അവൻ പറയും മറ്റവൻ കയറിയ കാരണം അവൻ്റെ ദൈവം അപമാനിക്കപ്പെട്ടു എന്ന് പറയും. അത് തന്നെ ദൈവത്തിന് അവിടെ ഒരു വലിയൊരു രാഷ്ട്രീയമുണ്ടല്ലോ സാർ. കാരണം തമിഴ്നാട്ടിൽ ജാതീയത തുടച്ചു നീക്കുമെന്ന് പറയുന്ന ദ്രാവിഡ പാർട്ടികൾ ADMK അല്ലെ DMK മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്ന് പറയുന്ന സനാതന ധർമ്മത്തെ പോലും ഇറാഡിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്ന സ്റ്റാലിൻ ഭരിക്കുന്നു. അവിടെ ഇപ്പോഴും ജാതീയത കൊടികുത്തി വാഴുന്നുവെങ്കിൽ ഈ ദ്രാവിഡ പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്ന്. ദ്രാവിഡ പ്രസ്ഥാനം അവിടെ അമ്പേ പരാജയപ്പെട്ടിട്ടുണ്ട്. 2 കാരണങ്ങൾ കൊണ്ട്. നിങ്ങളോട് ആരാ പറഞ്ഞാൽ അവിടെ ദൈവമില്ല, ജാതിയില്ല, മതമില്ലാതെ? നിങ്ങളൊന്ന് മുരുകക്ഷേത്രങ്ങളിൽ പോയി നോക്ക്. ഇപ്പോൾ അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പോവുക. ലോകത്തിലെ ഏറ്റവും വലിയ മുരുക വിഗ്രഹം സർക്കാർ ഉണ്ടാക്കാൻ പോവുക. അല്ലെന്ന് മുരുകക്ഷേത്രങ്ങളിൽ ചെന്ന് നോക്ക്. ഏത് മുരുകക്ഷേത്രവും എടുത്ത് നോക്ക്. ഞാൻ ഈ അടുത്ത് ഇത് മഹാബലിപുരത്ത് പോയപ്പോൾ അതിൻ്റെ അവിടെ ഒരു മുരുകക്ഷേത്രത്തിൽ പോയി. വലിയ ക്ഷേത്രമാണ്. എന്താണ് ഈ പറപ്പുര എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ എൻ്റെ അങ്ങനത്തെ ഒരു വാക്കാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ പോയിട്ട് ഇത് 100 രൂപയുടെ ക്യൂ ഉണ്ടായിരുന്നു ടിക്കറ്റ്. ആ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് 1 മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അത് ശരി. 50 രൂപയുടെ, 20 രൂപയുടെ, പിന്നെ സാധാരണ. അവിടെ അന്ന് അവിടെ എന്തോ കല്യാണത്തിൻ്റെ ദിവസമായിരുന്നു. ഒരു 10-100 കല്യാണം ഉണ്ട് അവിടെ. അത്ര വലിയ ക്ഷേത്രമാണ്. 100 കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് ഇങ്ങനെ ഈ കല്യാണം കഴിഞ്ഞൊരു നേരെ ഇറങ്ങി പോയാണ് അവർ. ഗുരുവായൂർ പോലെ ഇതുപോലെ, നമ്മുടെ ഗുരുവായൂർ പോലെ. അപ്പോൾ ഞാൻ ഗുരുവായൂരെക്കുറിച്ച് പറയുകയും ചെയ്ത് അതിൻ്റെ കക്ഷിയുടെ. ഞാൻ പിന്നെ ഇങ്ങനെ ഇത്രയും നേരം ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഒരാളോട് പോയി പരിചയപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, ഞാൻ അവിടെ ഒരു ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ഒരാളാണ്, ഇത് വന്നതാണ്, ഞാൻ 100 രൂപയുടെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ തമിഴിൽ എന്തോ പറഞ്ഞു, എന്തിനാണ് സാർ എടുത്തതെന്നാണ് ആ ചോദ്യം. അപ്പോൾ തന്നെ അവൻ വന്ന് എന്നെയും ഭാര്യയെയും കയറ്റി ഇതൊക്കെ കാണിച്ചു തന്ന കാരണം ഞങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ 2-3 മണിക്കൂർ എടുത്താനേ അവിടെ. അപ്പോൾ അവിടെ ഇത് ദൈവവും പിന്നെ ക്ഷേത്രവും ഇല്ലെങ്കിൽ ഇങ്ങനെ വരിക. അത് വെറുതെ ഈ ദ്രാവിഡ കക്ഷികൾ പറയുന്ന കനത്ത നുണയാണത്.
കടവുൾ കാട്ടുമുറാണ്ടി എന്ന മറ്റുമൊക്കെ പറഞ്ഞിട്ടാണ് അവർ പ്രസംഗിച്ചിരിക്കുന്നത്. അത് മുരുകൻ തമിഴ് കടവുളാണ് തന്നെ. തമിഴ് കടവുളാണ്. മറ്റേ എന്താണ് മരുതമലൈ മാമലയെ മുരുകയ്യ, മരുതമലൈ മാമനിയെ മുരുകയ്യ, തേവരിൻ കുലങ്കാക്കും മുരുകയ്യ. പിന്നെ തമിഴിൻ്റെ ആ തമിഴ് സംസ്കാരത്തിൻ്റെ അടിവേരാണ് മുരുകൻ എന്നാണ് അതിനകത്ത് പറയുന്നത്. ഞാനിപ്പോൾ ആ വരികളൊക്കെ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംസ്കാരം അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഇവരീ പറയുന്ന ഈ ദ്രാവിഡ കക്ഷികൾ ഞങ്ങളിതൊക്കെ ഇല്ലാതെയാക്കി എന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. അതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കും. ഇന്നത്തെ വാർത്തയും അതാണ് തെളിയിക്കുന്നത്. അല്ല, ഇവർ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശത്രുവായിട്ട് ഒരാളെ കണ്ടുള്ളൂ. ആരാ? ബ്രാഹ്മണിക്കൽ ഹെജ്മണിയെ. അവർ മാറി. ഇപ്പം അവിടുത്തെ ഏറ്റവും വലിയ ജനവിഭാഗമാണ് ശത്രു. അല്ല, അവർ മാറി. പക്ഷേ ഈ പിന്നാക്കം എന്ന് പറഞ്ഞു നിൽക്കുന്ന ജാതികൾ, അത് അവരാണ് ഭൂരിപക്ഷം. അതെ, അവരാണ് ഭൂരിപക്ഷം. അത് വണ്ണിയറായാലും മറ്റെന്താ ദേവരായാലും മുതലിയാറായാലും ഇവരൊക്കെ പിന്നാക്കമാണ്. അവരുടെ ഇടയിലുള്ള സ്പർദ്ധയാണ് അവിടുത്തെ പ്രശ്നം. അതിൽ എനിക്ക് തോന്നുന്നു ഈ കരുണാനിധി വളരെ ലോവറായിട്ടുള്ള ഏതൊരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. വളരെ ഇത് എനിക്ക് തോന്നുന്നു ഈ ക്ഷുരകവൃത്തി ചെയ്യുന്ന ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. തമിഴിനും അല്ലല്ലോ. തമിഴിനും അല്ല, ആന്ധ്രയിൽ നിന്ന് തെലുങ്കനാണ്. അവിടെ വന്ന് പെട്ടതാണ്. അയാൾ അങ്ങനെ വന്നിട്ടൊരു ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അത് ബ്ലഡിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തമിഴ് പ്രേമം ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അതായത് എന്താണ്, ഉടല് മണ്ണുക്ക് ഉയിര് തമിഴുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ജിമ്മിക്സുകളൊക്കെ അടിച്ചിട്ടുണ്ട് ഇയാൾ. കരുണാനിധി അങ്ങനെ ചില ജിമ്മിക്സൊക്കെ അടിച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. നല്ല ഭാഷാ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളുടെ മകനതൊന്നുമില്ല. അവനെ ഇങ്ങനെ ഈ അണിഞ്ഞൊരുങ്ങി നടക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവൻ മറുപടി പറയേണ്ടതില്ല ഇതിന്. അതെ അതെ, തീർച്ചയായും DMK പറയേണ്ട. ഡി എം കെ ഇതിന് സമാധാനം പറയണം. കാരണം അവർ നിങ്ങൾ അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു സാംസ്കാരികമായ നവോത്ഥാനം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്ന് മാത്രവുമല്ല, ശുദ്ധികലശം ആ ക്ഷേത്രത്തിൽ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ദ്രാവിഡ രാഷ്ട്രീയം എന്നേക്കുമായി പരാജയപ്പെട്ടു എന്നാണ്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.